അപ്പം പോറ്റിയെ കാത്തിരിക്കുന്നത് വലിയൊരു വലയാണ്. അത് ഇഡിയുടെ വലയാണ്. ആ വലയിലേക്ക് കൂടി പോറ്റിക്ക് സ്വാഭാവികമായും പോകേണ്ടി വരും. അത് കുറച്ചുകൂടി ഇതുവരെ കണ്ടതിനും അപ്പുറത്ത് ചിലപ്പോൾ കഠിനമായിരിക്കും. ചോദ്യം ചെയ്യൽ സമൻസ് നടപടികളിലേക്ക് അല്പസമയത്തിനകം തന്നെ അധികം താമസമില്ലാതെ കേന്ദ്ര അന്വേഷണ ഏജൻസി കടക്കുമെന്നും അറിയുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ സ്വതന്ത്രനാണെങ്കിലും അങ്ങനെ ഒരു പിരിമുറുക്കം കൂടി പോറ്റിക്കുണ്ട്. പോറ്റിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ് ഇഡിയുടെ അന്വേഷണം. കാരണം സാധാരണഗതിയിൽ പോലീസിന്റെ വിജിലൻസിന്റെ അന്വേഷണം പോലെയല്ല. വിജിലൻസ് ഒരു കേസ് അന്വേഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ഒരു കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഒരാൾ പ്രതിയാണ് എന്ന് സ്ഥാപിക്കേണ്ടത്, തെളിവുകൾ കോടതിക്ക് മുന്നിൽ നൽകേണ്ടതിന്റെ ഒരു ബാധ്യത ഈ അന്വേഷണ സംഘത്തിന് മുന്നിലാണ്. എന്നാൽ ഇഡി അത്തരത്തിലൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഇഡി ഒരു കണ്ടെത്തൽ നടത്തുകയാണെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ കുറ്റക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതി ചേർത്തിട്ടുള്ള ആൾക്കായി മാറും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഇനി കൂടുതൽ അന്വേഷണം ഇഡി നടത്തുകയാണെങ്കിൽ എന്തൊക്കെ തെളിവുകൾ കണ്ടെത്തും, ഒപ്പം തന്നെ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് നൽകാൻ കഴിയുമെന്നുള്ളതൊക്കെയാണ് എടുത്തു കാണേണ്ടത്. അതുകൊണ്ടാണ് കൂടുതലും ഇഡിയുടെ കേസിൽ എത്രയും പെട്ടെന്ന് തന്നെ റിമാൻഡിലേക്ക് പല ആളുകളും പോകാനുള്ള ഒരു സ്ഥിതി ഉള്ളത്. അതുകൊണ്ട് തന്നെ റിമാൻഡ് കാലാവധി കഴിഞ്ഞാണ് പലരും ഇങ്ങനെ പുറത്ത് ഇറങ്ങുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അന്വേഷണം നടന്നു പോവുകയും ചെയ്യും. ഏതായാലും ഇഡി ഈ കേസിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമൻസ് നൽകി വിശദമായ അന്വേഷണം അക്കാര്യത്തിലെല്ലാം തന്നെ നടക്കും. പക്ഷേ ഈ SITയെ സംബന്ധിച്ചിടത്തോളം ഇനി നാളെയും അതോടൊപ്പം തന്നെ അടുത്ത ചൊവ്വാഴ്ചയുമെല്ലാം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വരണമെന്നുള്ളൊരു കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെല്ലാം തന്നെ പാലിക്കുമെന്ന കർശനമായ ഉറപ്പിന്റെ പുറത്താണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം 90 ദിവസമായി ഇതുവരെയും പോറ്റിയെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്തും പോറ്റിയുടെ പ്രതികരണം മാതൃഭൂമി ന്യൂസ് ആദ്യമായി എടുക്കാൻ പോകുമ്പോഴും ഏതെങ്കിലും തരത്തിലൊരു പരിഭ്രമമില്ല. അക്ഷോഭ്യനായിട്ടാണ് പലപ്പോഴും കോടതിയിലേക്ക് പോറ്റി വരുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത്. അതേ രീതിയിലായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങുമ്പോഴും. എന്തെങ്കിലും ഒരു തെളിവ് പോലും നൽകാൻ അന്വേഷണ സംഘത്തിന് ഈ റിക്കവറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വർണം എവിടേക്കാണ് പോയത് എന്നെ സംബന്ധിച്ചൊന്നും പോറ്റി വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ കരുതലോടുകൂടി ആയിരിക്കുമോ ഇനിയുള്ള പോറ്റിയുടെ നീക്കമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട തെളിവുകൾ, ഈ തെളിവുകൾ എത്രമേൽ ഉണ്ട്, സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് അന്വേഷണ സംഘത്തിനാണ് ഇനി അത് തെളിയിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു അനിശ്ചിതത്വം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പോറ്റിയുടെ ഇനിയുള്ള നീക്കങ്ങൾ അത് കരുതലോടെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും നിയമപരമായ എല്ലാ സാധ്യതകളും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിക്കാനുള്ളൊരു നിലയുണ്ട്. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 90 ദിവസമായി ഇങ്ങനെ അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോഴും അതിൻ്റെ അന്വേഷണം ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് SIT സംഘം കോടതി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ശാസ്ത്രീയ തെളിവ് ശേഖരണം അടക്കം ഇനി നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പരിശോധനാ ഫലങ്ങൾ VSCയുടെ അടക്കം പരിശോധനാ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ബെല്ലാരിയിലെയും സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലെയും എല്ലാം അന്വേഷണം അതേ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നൊന്നും തന്നെ കോടതിക്ക് സ്വീകാര്യമായ ശാസ്ത്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൊണ്ടുവന്ന് നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോഴും അതിന് തക്കവണ്ണമുള്ള അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ് കോടതിയെ പ്രത്യേക അന്വേഷണ സംഘം ധരിപ്പിച്ചിരിക്കുന്നത്, അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർശന ഉപാധികളോടുകൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇനി നിയമ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിക്കും, അല്ലെങ്കിൽ കോടതിയെ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് എങ്ങനെ സമീപിക്കാൻ SITക്ക് കഴിയുമെന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ നോക്കേണ്ടത്. ഒപ്പം തന്നെ ഇഡിയുടെ സമൻസ്, അതോടൊപ്പം തന്നെ ഇഡി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് തുടർ നടപടികൾ എന്താകുമെന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ ഇനി കണ്ട് അറിയേണ്ടതാണ്.